ബ്രത്ത് അനലൈസർ KSRTCയിൽ സ്ഥിരമായിട്ട് പണിയാവുകയാണ്. ഡ്രൈവർമാർക്ക് വലിയ പൊല്ലാപ്പാവുന്നു. നമ്മൾ കോഴിക്കോട് നിന്ന് വാർത്ത കണ്ടു, ഇന്നലെ പാലോട് നിന്നൊരു വാർത്ത കണ്ടു. ഈ ബ്രത്ത് അനലൈസർ രാവിലെ ഡ്രൈവർമാർ പോയി ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ആവശ്യമില്ലാതെ കൂക്കൂ അടിക്കും. ഈ കൂക്കു അടിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വാർത്തയായിട്ട് മാറുന്നു. അതൊന്നുകിൽ ബ്രത്ത് അനലൈസറിൻ്റെ കുഴപ്പം, അതല്ലെങ്കിൽ ഈ അരിഷ്ടം കഴിച്ചിട്ടോ ഈ ഹോമിയോ കഴിച്ചിട്ടോ ഒക്കെ വരുന്നവരുടെ ശ്വാസത്തിൽ നിന്ന് ഈ ആൽക്കഹോളിൻ്റെ അംശം പിടിക്കുന്നു. കാസർഗോഡ് നിന്നൊരു വാർത്തയാണ് ഇന്നിപ്പോൾ എത്തുന്നത് ബ്രത്ത് അനലൈസറുമായി ബന്ധപ്പെട്ട്. ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സസ്പെൻഷനിലായിരിക്കുകയാണ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിലെ മെക്കാനിക്കായ രാജേഷ്. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്നും ആയുർവേദ കഷായം മാത്രമാണ് കുടിച്ചതെന്നും രാജേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാജേഷിന്റെ തീരുമാനം. രാജേഷ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. 19 ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവിടെ രാത്രി 12 വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സാധാരണ പതിവ് പോലെ ഭക്ഷണം കഴിച്ചിട്ട് ഈ മരുന്ന് കഴിക്കാറുണ്ട്. മരുന്ന് കഴിച്ചിട്ട് പിന്നെ രാവിലെ കാലത്ത് കഴിക്കണം, രാത്രി കിടക്കുന്ന നേരം കഴിക്കണം. വിശ്രമിച്ചിട്ട് പിന്നെ രാവിലെ 6 മണിക്ക് എണീച്ചു. മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അപ്പോൾ ഈ മരുന്നില്ലാന്ന് ഇപ്പം ഈ 67 കണ്ടെത്തി. അല്ല സാധാരണഗതിയിൽ ഞാൻ പിന്നെ മരുന്ന് കഴിക്കാതെ പോകുമ്പോൾ 0 കാണിക്കുന്നത്. അല്ലാണ്ട് ഈ മരുന്നിൻ്റെ അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല. ഞാൻ ഈ മദ്യപിക്കാത്ത ഒരാളാണ്. ഞരവിന് നല്ലത് ആയുർവേദമാണെന്ന് പോലും. അതുകൊണ്ടാണ് ഞാൻ ആയുർവേദത്തിലേക്ക് പോകുന്നത്. സസ്പെൻഷൻ 20 തിങ്കളാഴ്ച വന്നത്. പരാതി നമ്മളെ യൂണിറ്റ് തലത്തിലല്ല, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പിന്നെ DMOനും കൊടുത്തിട്ടുണ്ട്. DMOന് മറ്റേ ഇത് ഡ്രഗ് ഇൻസ്പെക്ടർക്ക് നമ്മളെ റീജിയണൽ ഓഫീസറല്ല കോഴിക്കോടേക്ക്, അവിടെ നിന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പം അർച്ചന ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന രവീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് കാസർഗോട്ടൊക്കെ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? അരുൺ, മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് മഴ കുറവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി നല്ല വെയിലാണ്. നല്ല പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്. സൺസ്ക്രീൻ വരെ ഉപയോഗിച്ച് ഇറങ്ങേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അരുൺ. ഓക്കെ അർച്ചന, എന്താണ് ഈ രാജേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഈ പാലോടും കോഴിക്കോടും കണ്ട അതേ ബ്രത്ത് അനലൈസറാണോ രാജേഷിനും പണി കൊടുത്തത്? അരുൺ, അത് തന്നെയാണ്. മാർച്ച് 20-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അദ്ദേഹം അന്നേ ദിവസം രാവിലെ 6 മണി ഡ്യൂട്ടിക്ക് കയറിയിരുന്നു. എന്നാൽ ഡ്യൂട്ടിക്ക് കയറുന്നതിന് അല്പസമയം മുമ്പ് അദ്ദേഹം കഷായം കുടിച്ചിരുന്നു. പക്ഷേ ഈ കഷായമാണ് പറ്റിച്ചതെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ആ ഒരു പരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ആ ഒരു പരിശോധനയിൽ പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയെ തുടർന്ന് അദ്ദേഹം 2ാമത് പരിശോധന നടത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ 2ാമത് പരിശോധന നടത്താൻ സമ്മതിക്കുന്നില്ല. പിന്നീടാണ് അദ്ദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സമീപിക്കുന്നത്. എന്നാൽ അവിടുന്നും അദ്ദേഹത്തിന് ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പരിശോധനയും നടത്താൻ പറ്റുന്നില്ല. തുടർന്ന് 2 ദിവസം അന്നേ ദിവസം അദ്ദേഹം ജോലിക്ക് കയറിയില്ല. പിന്നീടുള്ള 2 ദിവസങ്ങൾ അദ്ദേഹം ജോലിക്ക് കയറി. പിന്നീടാണ് സസ്പെൻഷൻ മുതലായ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് വരുന്നത്. ഇപ്പോഴും അദ്ദേഹം സസ്പെൻഷനിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ മാർച്ച് 20-നാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹം 2021-ൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിന്റെ നടുയെല്ലിനും അതുപോലെ തന്നെ കാലിനുൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് പരിക്ക് പറ്റിയിരുന്നു. തുടർന്ന് ഞരമ്പ് സംബന്ധമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കഷായം കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഈ കഷായത്തിൽ കരിമ്പ് അതുപോലെ തന്നെ ശർക്കര ഉൾപ്പെടെയുള്ള ആൽക്കഹോളിക് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വൈദ്യനോടക്കം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു കഷായമാണ് അദ്ദേഹത്തെ പറ്റിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബ്രത്ത് അനലൈസറിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോസിറ്റീവ് ആകുന്നു. അദ്ദേഹം ഇപ്പോൾ അതായത് ഈ ഒരു ഇൻസ്പെക്ടർക്കും അതുപോലെ തന്നെ DMO ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരാതി നൽകുന്നു. എന്തായാലും ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനവും.